നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം കുംഭക്കൂറിനെ പറ്റിയാണ്. 1202 ആണ്ട് മലയാള പുതുവർഷ സമ്പൂർണ്ണ രാശിക്കൂർ ഫലമാണ് ഞാൻ പറയുന്നത്. അത് കുംഭക്കൂറിനെ പറ്റിയാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം ഏതാണ്? അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. ഈ നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഗ്രഹങ്ങൾ ഇവർക്ക് ഏതെല്ലാം സ്ഥാനങ്ങളിലാണ്, ഏതെല്ലാം രാശികളിലാണ്, ഏതെല്ലാം ഭാവങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. വേടം 6ലും 7ലും നിൽക്കുന്ന ഒരു സമയമാണ്. ശനി 2ഉം 3ഉം ഭാവങ്ങളിൽ നിൽക്കുന്ന സമയം. രാഹു ലഗ്നത്തിലും 12ലും സഞ്ചരിക്കുന്ന ഒരു കാലം ഇവരെ സംബന്ധിച്ച്. അപ്പോ ബുദ്ധിയും വാക്കും സാമർഥ്യവുമുണ്ട്. ബുദ്ധിപരമായും വാക്കു സംബന്ധമായും ഇവരുടെ ചങ്കൂറ്റവും സാമർഥ്യവും ധൈര്യവും കൊണ്ട് ഇവർക്ക് ഈ വർഷം കാര്യമായ നേട്ടങ്ങൾ, അതായത് കാര്യനേട്ടങ്ങളും ധനനേട്ടങ്ങളും കൈവരുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. അപ്പൊ ഇവർക്ക് ഈ വർഷം നല്ലതാണ് കിട്ടുന്നത് എന്ന് വിചാരിക്കാം. സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ഇവർക്കുണ്ടാവും. ഈ വർഷത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഉന്നതമായ സ്ഥാനങ്ങൾ. അതുകൂടാതെ വീട് വാങ്ങാനോ പണിയാനോ ഇവർക്ക് അവസരം വരുന്നതാണ്. അപ്പോൾ പല സ്ഥാനമാനങ്ങളും ഇവർക്ക് കിട്ടും. അതേപോലെ തന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കോ വളരെ നല്ലൊരു സമയവും കൂടിയാണ്. ഈ അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി ഈ നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് പൊതുപ്രവർത്തകരാണെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പൊതുവായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് എല്ലാം ഉന്നതമായ സ്ഥാനമാനങ്ങൾ കിട്ടാനായിട്ട് ഒരു സാധ്യതയുണ്ട് ഈ വർഷം. അതോടൊപ്പം തന്നെ ഇവർക്ക് വീട് വാങ്ങാനോ അല്ലെങ്കിൽ വീട് പണിയാനോ അല്ലെങ്കിൽ വീട് അറ്റകുറ്റപ്പണി ചെയ്യാനോ അതുമല്ലെങ്കിൽ വീട് വെക്കാൻ സ്ഥലം വാങ്ങാനോ ഒക്കെ ഇവർക്ക് അവസരങ്ങൾ വരുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് ഈ കൊല്ലം ഉണ്ടാവും. സന്താനങ്ങളെ പറ്റി അവർക്ക് ഒന്ന് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വരും. ധർമ്മകാര്യങ്ങൾ നടക്കാനിടവരും. ധർമ്മകാര്യങ്ങൾ ചെയ്യാനിടവരും. വീട്ടിൽ ചില അഭിപ്രായ ഭിന്നതകളും ഉണ്ടാവും. എന്നാൽ നല്ല കാര്യങ്ങൾ മാത്രമല്ല, അല്പം ചില ചീത്ത കാര്യങ്ങളും ഇവർക്ക് ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് വീട്ടിൽ ചില അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ഇവർക്ക് ഉപകരണങ്ങൾ, വീട്ടിലേക്ക് വേണ്ട പല ഉപകരണങ്ങളും വാങ്ങാനും ഇടവരും. വീട്ടിലേക്ക് അത്യാവശ്യമായ സാധനങ്ങൾ ചിലതൊക്കെ വാങ്ങാൻ ഇടവരും. വീട്ടുപകരണങ്ങൾ. പിന്നെ ഭൂമി വാങ്ങാൻ ഇടവരും. ഞാൻ നേരത്തെ പറഞ്ഞു, വീട് വെക്കാനോ ഭൂമി വാങ്ങാനോ ഒക്കെ സാധിക്കും. അതുപോലെ ഇവർക്ക് ഭൂമി വാങ്ങാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വ്യാപാരങ്ങളിൽ നിന്നും വരുമാന വർധന ഉണ്ടാവുന്ന ഒരു സമയം. വ്യാപാരികളെ സംബന്ധിച്ച്, കച്ചവടക്കാരെ സംബന്ധിച്ചൊക്കെ നല്ല ഒരു വരുമാന വർധന ഉണ്ടാവുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. നടക്കാത്ത കാര്യങ്ങൾ, പല കാര്യങ്ങളും നടക്കാതെ ഇരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടക്കാനും ഇടവരും. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടാൻ ഇവർക്ക് കഴിയുന്നതാണ്. കീഴ് ജീവനക്കാരുടെ സഹകരണം കിട്ടാത്ത അവസരങ്ങളും ഇവർക്കുണ്ടാവും. ഇവരെ സംബന്ധിച്ച് അവരുടെ കീഴ് ജീവനക്കാരുടെ സഹകരണം അവരുടെ പ്രവൃത്തി സ്ഥലത്ത് കിട്ടാതെ വരികയും ചെയ്യും. അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. ശരീരത്തിൽ മുറിവ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ശരീരക്ഷതം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായി നല്ല സഹകരണത്തിൽ കഴിഞ്ഞു പോകാനും അവസരങ്ങൾ വരുന്നതാണ്.
ഇവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല വിധത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഷെയർ മാർക്കറ്റുകളിൽ ഇവർക്ക് താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഷെയർ മാർക്കറ്റിൽ ഇവർ പൈസ ഇടും. മുതിർന്നവർ മുഖേന സന്തോഷപ്രദമായ അനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് മുതിർന്നവർ, സീനിയറായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇവർക്ക് സന്തോഷപ്രദമായ അനുഭവങ്ങൾ പങ്കുവെക്കാനും അതോടൊപ്പം തന്നെ അവരോട് ഒത്തു പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അവരിൽ നിന്നും നല്ല ആശ്വാസവാക്കുകൾ കേൾക്കാനും സഹായ സഹകരണങ്ങൾ കിട്ടാനും ഒക്കെ അവസരങ്ങൾ ഈ വർഷം ഇവർക്ക് വന്നു ചേരുന്നതാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ ഈ വീഡിയോന്റെ അഭിപ്രായം കമന്റായിട്ട് ഇടണം എന്നുള്ളൊരു അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ വിഷയം ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.